ഭാര്യയോടുള്ള സംശയം ഒടുവിൽ കലാശിച്ചത് കൊലപാതകത്തിലാണ്. കൊന്നതാകട്ടെ അതിക്രൂരമായി. സംഭവം നടന്നത് ഇവിടെയല്ല, ലോസ് ആഞ്ചൽസിലാണ്. പുലർച്ചെ 4 മണിയോടെ ലോസ് ആഞ്ചൽസിലെ പോലീസ് സ്റ്റേഷനിലേക്ക് 45-കാരനായ ആൻഡ്രൂ ജിമനസ് എന്ന ഒരാളെത്തി. ഭാര്യയുടെ ക്ഷേമം അന്വേഷിക്കാനാണ് താൻ എത്തിയതെന്നായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞത്. അയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ആൻഡ്രൂ ജിമനസിന്റെ വീട്ടിലെത്തിയ പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. നിലത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആൻഡ്രുവിന്റെ ഭാര്യ മൈറ ജിമനസിനെ കണ്ട് പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കോടാലി ഉപയോഗിച്ച് ആൻഡ്രു തന്നെയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന നടുക്കുന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് കൊലപാതകിയായ ഈ ആൻഡ്രു ജിമനസ്. എന്തിനായിരിക്കും ആൻഡ്രു തന്റെ ഭാര്യയെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? അവർക്കിരുവർക്കുമിടയിലുണ്ടായ പ്രശ്നം എന്തായിരുന്നു? കൊലപാതക വാർത്തകളിലും കേൾക്കുന്നത് പോലെ സംശയം തന്നെയായിരുന്നു ഇവിടുത്തെയും വില്ലൻ. മൈറയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് ആൻഡ്രു സംശയിച്ചിരുന്നു. ഒരിക്കൽ മൈറയുടെ ഡയറി ഭർത്താവായ ആൻഡ്രു വായിക്കാനിടയായി. ആ ഡയറി കൂടി വായിക്കാനിടയായതോടെ മൈറയ്ക്ക് മേൽ ആൻഡ്രുവിനുണ്ടായ സംശയം വർദ്ധിച്ചു. ഒടുക്കം ആ സംശയം കലാശിച്ചതാകട്ടെ കൊലപാതകത്തിലും. കൊല്ലപ്പെട്ട മൈറ ജിമനസ് വിൽഷെയർ പാർക്ക് എലിമെന്ററി സ്കൂളിലെ അധ്യാപികയായിരുന്നു. തങ്ങൾക്ക് അവർ വെറും ഒരു അധ്യാപികയല്ലായിരുന്നു, ഈ സ്കൂളിലേക്കും വെച്ച് ഏറ്റവും നല്ല അധ്യാപികയായിരുന്നു എന്നാണ് മൈറയുടെ വിദ്യാർത്ഥികൾ പറയുന്നത്. മൈറയുടെ വിയോഗത്തിൽ സ്കൂൾ അധികൃതരും സുഹൃത്തുക്കളും ഒക്കെ അനുശോചനം രേഖപ്പെടുത്തി. 26 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ആൻഡ്രുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. നിലവിൽ ഇയാൾ ജയിലിലാണുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.